എന്തിയാടാ അവൻ ആ വിഷയം ജൂനിയർ ആ പിന്നല്ലേ അവൻ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുവാ. ഓ വിനീഷ്യസ് ദോ ഇരിക്കുന്ന ഇരിപ്പോക്ക്. ഡാ നിനക്ക് എന്താ അവതാറുകല്ലേ പ്രശ്നം? ആ ഗോളി എന്നെ തോണ്ടിയത് കണ്ടില്ലേ, അപ്പൊ ഞാനും തിരിച്ചൊരെണ്ണവും കൊടുത്തു. ഡാ അവൻ നിന്നെ ചുമ്മാ ഒന്നും തോണ്ടിയതല്ലേ, ഇതൊക്കെ ഇടയിൽ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണം. ആ ഒന്നും പറ്റത്തില്ല, അവനെ കണ്ടാ അറിയാം റേസിസ്റ്റാന്ന്. എനിക്ക് പ്രതികരിക്കണം. എടാ നീ മുടിയൊക്കെ പോയി വെട്ടി നല്ല കൊല്ലത്തി നടാ. നീ എപ്പോ ഇങ്ങനത്തെ ഓരോ ഹെയർ സ്റ്റൈൽ കൊണ്ടുവന്നാലും പ്രശ്നമാണ്. അതും പറ്റത്തില്ല, ഇതെന്റെ പുതിയ സ്റ്റൈലാ. അവന്റെ ഒടുക്കത്തെ ഓരോ സ്റ്റൈല്. ആ കമവിങ്ക നിന്നെ ചീത്തയാക്കുന്നത്. ഞാൻ അവനെ പോയി കണ്ടോളാം കേട്ടാ. പോയി കണ്ടിട്ടൊക്കെ വാ. ഡാവിനി, ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം. നിനക്ക് ബാലൻഡിയർ കിട്ടാത്തത് പോലും അതുകൊണ്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫുട്ബോൾ കളിക്കുന്നവർക്ക് കൊടുക്കുന്ന തന്നെയല്ലേ, സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഒന്നും അല്ലല്ലോ. എന്റെ ഈ സ്വഭാവത്തിന് കിട്ടുന്നെങ്കിൽ കിട്ടിയാൽ മതി. അപ്പൊ പിന്നെ ഫിഫ ദ ബെസ്റ്റും ഗ്ലോബ് അവാർഡും ഒക്കെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഗ്ലോബ് അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ നെയ്മർ നിന്നെ തിരക്കിയായിരുന്നു. ആ ശരിയാണല്ലോ, നീ അവിടുത്തെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലേ. അവിടുത്തെ കാര്യം മൊത്തം വിറ്റ് തന്നെ, വാ പറഞ്ഞുതരാം. നിന്റെ നല്ല ബെസ്റ്റ് സമയം തന്നെടേ. ഫിഫ ദ ബെസ്റ്റ്, ഇന്റർ കോണ്ടിനെന്റൽ, ഇപ്പൊ ഗ്ലോബ് അവാർഡും. എന്തൊക്കെ കിട്ടിയാലും ആ ബാലങ്കേന്നാരും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ ബെസ്റ്റ്. അപ്പൊ ഇതൊന്നും കിട്ടാതെ ഞാൻ എന്തോ പറയണം? എന്താണ്? ഒന്നുമില്ല. സത്യം പറഞ്ഞ ഫിഫ ദ ബെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്ത് ലിസ്റ്റിൽ മെസ്സിന്ന് കണ്ടപ്പോഴേ എന്റെ കിളി പോയി. അതോടെ എന്റെ ഉള്ള പ്രതീക്ഷയും പോയി. അല്ലേലും ഇവന്മാരൊന്നും ശരിയല്ല. അതെവിടുന്ന്? ഞാനാ ആ ഫിഫയുടെ മൊട്ട പ്രസിഡന്റിനെ ഒന്നും വിശ്വസിക്കാനേ കൊള്ളത്തില്ല. അങ്ങനൊന്നും ഇല്ലെണ്ണ. എനിക്കെന്തായാലും ആരോടും ഒരു പരാതിയും ഇല്ല. നീ അല്ലേലും മറ്റവന്റെ ആളാണല്ലോ. എന്തായി മിയാമിയിലോട്ടൊക്കെ പോകുന്ന കേട്ടു. അവരെല്ലാം കടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരെ വന്നിട്ട് മര്യാദയ്ക്ക് ഒരു സീസണെങ്കിലും കളിച്ച് കൊടുക്കണ്ടേ അണ്ണ? ശരിടാ, ഞാൻ കൂടി ചെല്ലട്ട്. ഒരു ഇന്റർവ്യൂ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കാനുണ്ട്. ഓക്കെ അണ്ണ. എന്തോ ഇങ്ങനെ കണ്ട എനിക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. എനിക്കും അതുപോലെ അണ്ണനെ കാണുമ്പോ. എന്നെയാണോ? ചെറുക്കൻ നിങ്ങളുടെ ബെടാ ഫാനാ. അണ്ണന്റെ മറ്റേ ബാർസ PSG 6-1 മാച്ച് ഞാൻ ഒരു 25 വട്ടമെങ്കിലും കണ്ടു കാണും. അതിനെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും എൻ്റെ രോമം എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കും. ഈ പിള്ളേരുടെ ഓരോ കാര്യം. ബാർസയിൽ എല്ലാവരും സുഖമല്ലേ മോനെ? സീസൺ നല്ല രീതിയിലാണ് തുടങ്ങിയത്, ഇവരെയൊക്കെ തോപ്പിച്ച്. പക്ഷെ ഇപ്പൊ ഇച്ചിരി ശോകമാണ്. റഫീനെ അടുത്ത് എൻ്റെ അന്വേഷണം പറഞ്ഞത്. ഓക്കെ എങ്കിൽ ബൈ. ഓക്കേടാ മോനെ, നല്ലൊരു പയ്യൻ. പിന്നെ നീ പറ, നമ്മുടെ എംബാപ്പെ എന്തോ പറയുന്നു? ഞാൻ ഈ അവാർഡ് വാങ്ങിച്ച് നടക്കുന്നോണ്ട് കളിയനിപ്പോ എന്റെ പൊസിഷനിലാണ് കളിക്കുന്നു. അവനകത്ത് നീ പുറത്തു ആവൂ? നമ്മൾ എവിടെയാണെങ്കിലും കളിക്കൂല്ലോ. ഗുഡ്. ഒരു കളിക്കാരനായി ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റണം. ഞാനൊക്കെ എന്ത്, അവിടെ 3 എണ്ണം ഉണ്ട്. കമവിങ്ക, ചൊമേനി, വാൽവെർഡെ. ഗോൾ കീപ്പർ ഇരിക്കാൻ പറഞ്ഞാൽ ഓടിപ്പോയി നീ. ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. 2024 നല്ലൊരു വർഷമായിരുന്നു. ഞങ്ങൾ 5 കപ്പെടുത്തു. പക്ഷെ എനിക്ക് 2024 നല്ല ശോകം വർഷമായിരുന്നു. പക്ഷെ 25 ഐ വിൽ ബി ബാക്ക് ബേബേ. ഇതോ ആണ് എന്റെ ഇന്റർവ്യൂ തുടങ്ങാറേ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ലില്ല, ആരെയും കൊടുക്കുന്നില്ല. 2 ഡിഫൻസിനുണ്ട്, ഇങ്ങോട്ട് കുറെ ഉണ്ടല്ലോ. എന്നാ ശരി. ആരാ സാറേ? ചെൽസിന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോന്ന്? ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുമല്ലേ? ഷേടാ, ഇപ്പൊ തന്നെ 19 എണ്ണം അങ്ങോട്ട് ഉണ്ടോ അവിടെ? ഇവിടെ 15 എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിപ്പിക്കുന്നതിന്റെ പാട്. അത് വിട്. ഗ്ലോബ് അവാർഡ് കിട്ടിയില്ലേ? അതെ സാറേ, ഈ വർഷത്തെ ബെസ്റ്റ് കോച്ച് ഞാനാ. സാറിന് കിട്ടിയല്ലേ? ബെസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓൾ ടൈം. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ടല്ലേ? കുറച്ചവന്മാരവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇല്ല. ആദ്യം പോയത് എൻട്രിക്ക. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറെ അടുത്ത് പോകാണ്ടാവും. ബോബി ഷാലിന്റെ വീട്ടിൽ പോകാണ്ടായിരിക്കും. ഒന്ന് പോ സാറേ. ഇവിടെ നിന്ന് കൂടുതൽ കറങ്ങാതെ പോയി ആഘോഷിക്കണോ? ഹാപ്പി ന്യൂ ഇയർ.